മോനെ ഉണ്ണി, അച്ഛൻ ഒരു തെറ്റും ചെയ്യാത്ത എന്റെ അച്ഛൻ എന്താ ലോക്കപ്പിനകത്ത്? അകത്ത് ഞാനല്ല, നീയാ. ഒരു തെറ്റും ചെയ്യാത്ത നീ. അത് മനസ്സിലാക്കാൻ അച്ഛൻ ഇത്തിരി വൈകിപ്പോയി. ലോകത്തിനെ പറ്റിയുള്ള അറിവില്ലായ്മ, അല്ലാണ്ട് എന്താ പറയാ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ പോക്കിരി പോലീസ്. നേരം പുലർന്നേ ഉള്ളൂ. ഇത്രയും രാവിലെ എങ്ങോട്ടാ? ഉണർത്തിയത് അച്ഛനാ, അതുകൊണ്ട് അവരുടെയൊക്കെ ഇഷ്ടം പോലെ ആവാന്ന് വെച്ചു. ഏട്ടനോട് പറഞ്ഞാൽ മതി, ഞാനിട്ട കാക്കി കാരണം ഇനി ആർക്കും ഒരു സങ്കടം ഉണ്ടാവില്ല. ഞാനൊന്ന് പോയിട്ട് വരട്ടെ. അച്ഛനിതെങ്ങോട്ടാ? അല്ല, ഇനി ഞാൻ ചെന്ന് വിളിക്കാത്ത കൊണ്ടാവും വന്നില്ല എന്നുള്ള പരാതി വേണ്ട. ഇപ്പോഴത്തെ കാലമല്ലേ, മക്കളുടെ മുമ്പിൽ തോക്കാൻ നല്ലത് അച്ഛനമ്മമാര് തന്നെയാ. ഇതിലിപ്പോ തോൽവിയും ചെയ്യൊന്നുമില്ലല്ലോ അച്ഛാ. ആ, എന്നാൽ ഇപ്പൊ തൽക്കാലം ആ ഹെഡ് കോൺസ്റ്റബിളിനോട് ഈ കാര്യം പറയണ്ട. ചെന്ന് വിളിച്ചിട്ട് അവൻ വന്നില്ലെങ്കിലോ? ചെന്ന് വിളിച്ചിട്ട് അവൻ വന്നില്ലെങ്കിൽ ഈ ബാലകൃഷ്ണൻ നായർക്ക് അങ്ങനെ ഒരു മകനില്ലെന്ന് ഞാൻ പറയും. പോരെ? നീ ഇന്ന് ഡ്യൂട്ടിക്ക് പോയില്ലേ? ഞാൻ ഡ്യൂട്ടിക്ക് പോകാതിരിക്കുന്നത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. എന്റെ പൊന്നച്ഛ, ഈ പാടത്തെ വീട്ടിലെ അച്ഛനും മക്കളും എന്നെങ്കിലും എന്തിന്റെയെങ്കിലും പേരിൽ മത്സരിച്ചിട്ടുണ്ടോ? മത്സരിച്ചിട്ടുണ്ടോ? ഉണ്ട്. അത് സ്നേഹത്തിന്റെ പേരിൽ മാത്രം. അതുകൊണ്ട് എന്റെ പുന്നാര അച്ഛൻ നല്ല കുട്ടിയായിട്ട് പോയി അവനെ വിളിച്ചോളൂ. ഒന്ന് രണ്ട് കൂട്ടുകാരികളെ നമ്മൾ രണ്ടുപേരും നേരിട്ട് പോയി ഇൻവൈറ്റ് ചെയ്യണം ഹരിയേട്ടാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് കോടതി ലീവാക്കിയത്. എന്നിട്ട് കോളേജ് ചെന്നപ്പോ അവളവിടെ ഇല്ല. കൂട്ടുകാരികളോട് ചോദിച്ചവൻ പറഞ്ഞു ഉണ്ണി കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചിട്ട് ആരുടെ കൂടെ പോയിന്ന്. ആരുടെയോ കൂടെ പോവേ? ആ, അങ്ങനെ അവരെന്നോട് പറഞ്ഞത്. അപ്പൊ പിന്നെ ഒരു കാര്യം ഉറപ്പായി, ആ മീറ്റിംഗ് കഴിഞ്ഞ അവള് നേരെ ഇങ്ങോട്ട് വെച്ച് പിടിച്ചിട്ടുണ്ടാവുമെന്ന്. ഏട്ടത്തെ അവളൊന്നും കൂടി വിളിച്ചേ. ഇൻവൈറ്റ് ചെയ്യാൻ കൂട്ടിന് പോകാനൊന്നും അല്ല, എന്റെ ഒരു ലീവ് വേസ്റ്റ് ആക്കിയതിന് 2 ഡയലോഗ് പറയാനാ. അതിന് മീന ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. വന്നിട്ടില്ലേ? പിന്നെ ഇവളത് എവിടെ പോയി? എവിടെ പോവാൻ? നീ ആ ഫോണിങ് എടുത്ത. ആ ചേക്കുട്ടി, ഞാനാ രാമകൃഷ്ണൻ. ഉണ്ണി അവിടെ ഇല്ലേ? ഓ, മീനാക്ഷി അങ്ങനെ അങ്ങോട്ട് വന്നു? ഒന്നുമില്ല. എന്താടാ? അങ്ങോട്ടൊന്നും അവൾ എത്തിയിട്ടില്ല. എന്റെ ഈശ്വര, എന്റെ കുട്ടി എവിടെ പോയി? ഏട്ടാ, നമ്മുടെ മീനു. ഈശ്വര, എനിക്ക് പേടിയാവുന്നു. ഓ, ഇതങ്ങനെ പേടിക്കാൻ മാത്രമൊന്നുമില്ല. അവൾ അവളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി കാണും. ഹരി, നീ വണ്ടി എടുക്കാം. മീനാക്ഷി പറഞ്ഞ ഈ നമ്പർ തന്റെ ഹരിയേട്ടൻ തന്നെയാണല്ലോ അല്ലേ? അതെ. എന്താ? ഏയ്, ഒന്നുമില്ല. താൻ ഇവിടെ ഉള്ള കാര്യം ഞാൻ കക്ഷിയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സമാധാനായല്ലോ? ഇതെന്തിരിപ്പാ, ഒന്നും കഴിച്ചു തുടങ്ങിയില്ലല്ലോ. എന്റെ മായെ, കൂട്ടുകാരെ സൽക്കരിക്കാനെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് നീ ഇങ്ങനെ അതിഥിയെ പോലെ മാറി നിൽക്ക. അല്ല, ഉണ്ണിയേട്ടൻ വരാതെ? ഉണ്ണിയേട്ടൻ വരും. അവൻ എന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് വരാൻ അല്പം വൈകിയാലും എന്റെ മീനാക്ഷി കുട്ടിയെ സൽക്കരിക്കുന്നതിൽ ഒരു കുറവും വരുത്തരുതെന്നാ. ഉണ്ണിയേട്ടൻ നേരിട്ട് വന്ന് വിളിച്ചാലേ വരുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കായിരുന്നു ഇവള്. ഒരു വിധത്തിലാ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത്. പിന്നെ എങ്ങനെയാ ഇവള് കഴിക്കുക? എന്റെ പൊന്നു പെങ്ങളെ, ആ ചൂടൻ പോലീസിന്റെ കയ്യിൽ നിന്ന് അടി മേടിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരാതെ മോളൻ കഴിച്ചേ. കാണാനൊരു ഇത്തിരി വില്ലൻ ലുക്കുണ്ടെങ്കിലും ഈ ഉള്ളവന് ആളൊരു പാവം എന്റെ കുട്ടിയെ. സോ പ്ലീസ്. എന്റെ മീനാക്ഷി കുട്ടിക്ക് ഫ്രണ്ട്സിന്റെ വക ഒരു അടിപൊളി ട്രീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് സമയം ഇത്രയായിട്ടും അവനെ മാത്രം കാണാനില്ല. അതിനിടയ്ക്ക് നാട് നന്നാക്കാൻ ഇറങ്ങിയിട്ടുണ്ടാവും. അതാണല്ലോ അവന്റെ ഒരു കുഴപ്പം. മോളൊരു കാര്യം ചെയ്യും, ഇനിയും നിന്ന് വൈകണ്ട. അവിടെ വീട്ടുകാർ വിഷമിക്കും.
മീനാക്ഷി ഒന്ന് കൊണ്ടുവിട്ടേക്ക്. ഏയ് വേണ്ട, ഞാൻ ഓട്ടോ പിടിച്ചു പോയിക്കൊള്ളാം. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. ഉണ്ണിയേട്ടൻ വന്ന നാളെ നിശ്ചയത്തിന് വീട്ടിലേക്ക് വരാൻ ഞാൻ പ്രത്യേകം പറഞ്ഞൊന്ന് പറയണേ. ഉണ്ണിയേട്ടൻ മാത്രമല്ല, നിങ്ങൾ എല്ലാരും വരണം. ഓ ഷുവർ. മീനാക്ഷി, ദിസ് ഇസ് ഫോർ യു. താങ്ക് യു. പ്ലീസ്. Poor girl. നേരം ഇത്രയുമായിട്ടും അന്വേഷിച്ചു പോയവരെ പോലും കാണാനില്ലെന്ന് വെച്ചാൽ മോളെ ഞാൻ ഹരി എന്ന് വിളിച്ചേ. ഇപ്പോഴല്ലേ അവനെ വിളിച്ചത്? നിങ്ങളിങ്ങനെ ബേജാറാ മാത്രം ഇവിടെ ഇപ്പൊ എന്താണ്ടായത്? ഞാൻ പറഞ്ഞതിന് എന്റെ കാര്യം ഓല ആങ്ങളും പെങ്ങളൊന്ന് കറങ്ങാൻ പോയിണ്ടാവും. തമ്മ കണ്ടിട്ട് കുറച്ച് ദിവസം ആയതല്ലേ. മൂപ്പരെ വിളിച്ചിട്ടാണെങ്കിൽ ഔട്ട് ഓഫ് റേഞ്ച്. ചേക്കുട്ടി താങ്കളെ നേരത്തെ പറഞ്ഞു ഉണ്ണി തിരുവനന്തപുരത്ത് പോയെന്ന്. പോയിന്ന് ഞാൻ പറഞ്ഞു, പോയോന്ന് നമുക്കറിയില്ലല്ലോ. ഒന്നും പറയണ്ടച്ചാ, ഈ ഉണ്ണേട്ടന്റെ ഒരു കാര്യം കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചിട്ട് ഇത്രയും നേരം കാത്തിരുന്നിട്ട് ആളെ കാണാൻ പറ്റിയില്ല. എന്നാലും എന്റെ മോളെ, ഇത്രയും നേരം ഞങ്ങൾ എല്ലാരും തീ തീറ്റിച്ചല്ലോന്നേ. എന്താ എടുത്തമ്മേ? എന്താച്ചാ? ആര് വിളിപ്പിച്ചിട്ടാണെങ്കിലും ആ വിവരം ഒന്ന് വിളിച്ച് പറയണ്ട എന്റെ കുട്ടിയെ. ഞാൻ അവരോട് പറഞ്ഞിട്ട് അവര് ഹരിയേട്ടനെ വിളിച്ച് പറഞ്ഞാണല്ലോ. ആരോട് ആരോട് പറഞ്ഞിട്ട്? അച്ഛാ, അത് ഉണ്ണിയേട്ടന്റെ കൂട്ടുകാര്. ആരുടെ കൂട്ടുകാരായാലും ആരാ എന്തെന്നറിയാതെ കൂടെ പോവാ. മനുഷ്യനെ വെറുതെ കൊല്ലാക്കാതെ കൊല്ലിക്കാൻ തല്ലു കൊടുക്കാതെ വളർത്തിയതിന്റെ കുഴപ്പാ. എല്ലാരും ഇങ്ങനെ വിഷമിക്കാൻ മാത്രം എന്താ ഉണ്ടായത്? അവരെല്ലാവരും എന്നോട് നല്ല സ്നേഹത്തിലാ പെരുമാറിയത്. നാളെ നിശ്ചയമായതുകൊണ്ട് ഫ്രണ്ട്സിന്റെ വക ഒരു സൽക്കാരുണ്ടെന്ന് പറഞ്ഞപ്പോ അത് ഏട്ടനൊരു സന്തോഷാവൂല്ലോ എന്ന് വിചാരിച്ചു. അത്രേ ഉണ്ടായുള്ളൂ. ഉണ്ണേട്ടനെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാ ഞാൻ ചെന്ന് വിളിച്ച ഉണ്ണേട്ടൻ നാളെ വീട്ടിലേക്ക് വരൂലെന്ന് വിചാരിച്ച ഞാൻ അവരോടൊപ്പം പോയത്. അല്ലാതെ ആരെയും സങ്കടപ്പെടുത്താനൊന്നും അല്ല. എന്തായാലും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ആള് എത്തിയല്ലോ. ഇനി ഇതിന്റെ പേരിൽ തർക്കിച്ച് നേരം കാണാതെ ആ വിവരം ഒന്ന് രാമകൃഷ്ണൻ വിളിച്ച് പറഞ്ഞേക്കേ. ആദ്യമേ ബേജാറിന് കൈയും കാലം വെച്ച മനുഷ്യനാ. അക്കാര്യത്തിൽ നിങ്ങളെ മോനും മൂപ്പരച്ഛനുമാ. എന്നാ ഞാൻ അറിയട്ടെ. ഹലോ. ഹരികൃഷ്ണല്ലേ? അതെ, ആരാണ്? ഉറങ്ങിയോ ഹരികൃഷ്ണ? ഞാൻ പാർത്ഥിപൻ. മനസ്സിലായില്ല. ഇതാണ് അഡ്വക്കേറ്റ് ഹരികൃഷ്ണനുള്ള കുഴപ്പം. ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെയാടാ കെട്ടാൻ പോകുന്ന പെണ്ണിനെ സ്വപ്നം കണ്ടു കിടക്കുന്ന നിന്റെ കിടപ്പറയിലേക്ക് ഞാൻ വിളിച്ചത്. അവള് നിന്നോടൊന്നും പറഞ്ഞില്ല അല്ലേ? ആ മീനാക്ഷി പറയില്ല. അവളെന്നല്ല, ഈ ഭൂലോകത്തുള്ള ഒരു പെണ്ണും പറയില്ല വിവാഹ നിശ്ചയത്തിന്റെ തലേന്നാൾ മറ്റൊരുത്തൻ തന്നെ അനുഭവിച്ച കാര്യം. പ്രത്യേകിച്ച് കെട്ടാൻ പോകുന്ന പുരുഷനോട്. പാതിരാത്രി വീട്ടിൽ വിളിച്ച് തെമ്മാടിത്തരം പറയുന്നോടാ. ചൂടാവാതെ നോക്കിയില്ലേ? തെമ്മാടിത്തരമല്ല. അവള് നല്ല പെണ്ണാ. ഒരു കാര്യം ഉറപ്പാ, ഞാനാണ് അവളെ ആദ്യമായി തൊട്ടത്. നാളെ നിശ്ചയം ഭംഗിയായി നടന്നാൽ പിന്നെ നീയും. ഒരു നീതിപാലകന്റെ കൂർമ്മ ബുദ്ധി കൊണ്ട് ഈ രാത്രി പുലരും മുമ്പ് 2 ആവർത്തി ആലോചിച്ചാൽ നിനക്ക് ബോധ്യമാവും എല്ലാ സത്യങ്ങളും. ഇന്ന് പകലന്തി വരെ നിന്റെ പെണ്ണ് എവിടെയായിരുന്നു, അവളെ സൽക്കരിച്ച അവളുടെ ചേട്ടന്റെ സുഹൃത്ത് ആരായിരുന്നു എന്നൊക്കെ അവനറിയാം. ആ ഉണ്ണികൃഷ്ണന്. ഹരികൃഷ്ണ, ആദ്യ രാത്രി അതൊരിക്കൽ മാത്രമേ സംഭവിക്കൂ. ഗുഡ് നൈറ്റ് മിസ്റ്റർ ഹരികൃഷ്ണൻ. വിഷ് യു എ വെരി വെരി ഹാപ്പി മാരീഡ് ലൈഫ്.